ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരീക്ഷാ കാലഘട്ടത്തിൽ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറാകാം, പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇഗ്നോയിലെ പരീക്ഷകളുടെ പാറ്റേൺ എന്തൊക്കെയാണ്, ഇഗ്നോ എന്തുകൊണ്ട് നമ്മൾ നല്ല മാർക്കോടുകൂടി പാസ്സാകേണ്ടതുണ്ട് എന്നീ 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സവിസ്തരം പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സാധാരണ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകോത്തര നിലവാരമുള്ള പ്രോഗ്രാമുകളാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത്. ഇഗ്നോ ലോകം മുഴുവനും ആദരിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല എന്നാണ്. അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെയും, ഓരോ കോളേജുകൾക്കും, ഓരോ യൂണിവേഴ്സിറ്റികൾക്കും സ്ഥാനം, പേര്, റാങ്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അഥവാ നാക്. നാക്കിന്റെ ഏറ്റവും ടോപ്പിലുള്ള റാങ്ക് എന്ന് പറയുന്നത് A++ ആണ്. 1000-ൽ കൂടുതൽ മാനദണ്ഡങ്ങൾ വെച്ച്, ക്വസ്റ്റിനെയർ വെച്ച്, ചോദ്യാവലികളിലൂടെ അതിന്റെ ഉത്തരങ്ങൾ ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി അധികൃതരും അതിന്റെ ഗുണഭോക്താക്കളും നൽകുന്ന ഉത്തരത്തിന്റെ ഇവാലുവേഷൻ അനുസരിച്ചാണ് നാക് അതിന്റെ അസസ്മെന്റിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ അസസ്മെന്റിൽ എത്തിച്ചേർന്ന ഏറ്റവും നല്ല ഒരു റാങ്കാണ് A++ നേടിയിട്ടുള്ള ഇഗ്നോയുടെ റാങ്ക്. കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിക്കും 3 കൊല്ലം മുമ്പേ നാക്കിന്റെ A++ അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഇഗ്നോയിലെ പരീക്ഷകളെപ്പറ്റി ഒരുപാട് കിംവദന്തികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇഗ്നോയിലെ പരീക്ഷകൾ പൊതുവെ തൃപ്തികരമല്ല, ഇഗ്നോയിലെ പരീക്ഷകൾ വളരെ ഉദാസീനതയോടുകൂടിയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇഗ്നോയുടെ മേലെ പഴി ചുമത്തുന്ന കുറച്ചു പേർ നമ്മുടെ നാട്ടിലുണ്ട്. പൊതുവെ അത് ഇഗ്നോയുടെ കുറ്റമല്ല. ഇത്തരത്തിലുള്ള തരം താണ ഒരു പ്രവൃത്തിയും ഇഗ്നോ ചെയ്യുന്നില്ല എന്നുള്ളത് വിവിധ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലായതാണ്. ഇഗ്നോയുടെ പേരിൽ ചില വ്യക്തികൾ ചില അറിയാത്ത ചില ബിസിനസ്സുകൾ ചെയ്തു പോകുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വശംവദരാകരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഈ വീഡിയോ ഞാൻ നൽകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 5 കാര്യങ്ങളിൽ ഒരു കാര്യം, ഏറ്റവും നല്ല മാർക്കോടുകൂടി ഇഗ്നോയിൽ പാസ്സാകാൻ നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് ശ്രദ്ധിക്കേണ്ടത് അഥവാ ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, പരീക്ഷ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും വളരെ 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 പ്രയാസപ്പെട്ടതാണ്. മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരീക്ഷ എന്നുള്ളത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. നമ്മൾ എല്ലാവരും വിവിധ പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എത്ര തന്നെ മാർക്ക് വേണ്ട എന്ന് ആഗ്രഹിച്ചാലും ഒരു സ്വകാര്യതയിൽ നമ്മൾ പലപ്പോഴും ഉയർന്ന മാർക്കുകൾ വാങ്ങാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്യാറുണ്ട്. ചില പഠിതാക്കൾ ബുദ്ധിമാന്മാരാണ്. പൊതുവെ ബുദ്ധിമാന്മാർ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരിക്കലും ആരെയും പ്രേരിപ്പിക്കാറില്ല. എല്ലാവരും, എക്സ്പേർട്ടുകൾ പ്രത്യേകിച്ച് പറയുന്നത്, ഹാർഡ് വർക്ക് അഥവാ കഠിനാധ്വാനം എന്നുള്ളതിന് ഉപരി മാർക്ക് കഠിനാധ്വാനത്തിൽ കിട്ടാൻ നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് എന്നാണ് എല്ലാവരും ഉത്ബോധിപ്പിക്കാറുള്ളത്. ലോകാരോഗ്യ സംഘടന, യൂണിസെഫ്, ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ
ഇങ്ങനെയുള്ള പല മേഖലകളിലൂടെ ജീവിത നൈപുണ്യം നമ്മളെ പഠിപ്പിക്കുന്നതെല്ലാം തന്നെ യു ഡോണ്ട് വർക്ക് ഹാർഡ് ബട്ട് യു ഗെറ്റ് ടു സെക്യൂർ ഹൈ സ്കോർ, യു വർക്ക് സ്മാർട്ട് എന്നാണ് നമ്മെ ധരിപ്പിക്കാറുള്ളത്. അതായത് സ്പെസിഫിക് ആയി, മെഷറബിൾ ആയി, അഡ്ജസ്റ്റബിൾ ആയി, റിലയബിൾ ആയി, ടൈം ബൗണ്ട് ആയി നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വരുന്ന ശാസ്ത്രീയമായ മനോഭാവം. ഈ പരീക്ഷ എഴുതുക എന്നുള്ള ഒരു പ്രക്രിയയിൽ ഓർമ്മയ്ക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. ഓർമ്മ അത് എല്ലായ്പ്പോഴും നിലനിന്നോളണം എന്നില്ല. ഷോർട്ട് ടേം മെമ്മറി എന്നും ലോങ് ടേം മെമ്മറി എന്നും കുറച്ച് സൈക്കോളജിക്കലി നമുക്ക് പറയാം. മെമ്മറിയുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മൾ കാണുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന, അനുഭവിക്കുന്ന കുറെ സംഗതികൾ കൂടുതൽ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ തലച്ചോറിൽ ലോങ് ടേം മെമ്മറിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നിലവിലുള്ള മെമ്മറി പവർ കൂടുതൽ ആഴത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുന്ന 5 കാര്യങ്ങൾ. ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ആ ഉത്തരം എഴുതാൻ ഒരു ശീലം, ഹെഡിങ്, സബ് ഹെഡിങ്, കൈയക്ഷരം, അവതരണ രീതി, ഇങ്ങനെയെല്ലാം തന്നെ നമ്മൾ വളരെ ആസൂത്രണത്തോടു കൂടി മാത്രമേ അതെല്ലാം പ്രതിഫലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പരീക്ഷയിൽ നിങ്ങൾ എന്ത് എഴുതി എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം നിങ്ങളുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് അത് എത്രത്തോളം മനസ്സിലാക്കാൻ പാകത്തിൽ നിങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. കുറെ എഴുതി വെച്ചത് കൊണ്ട് കാര്യമായില്ല. ആ പരീക്ഷാ പേപ്പർ ആൻസർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് മൂല്യനിർണയം നടത്തുന്ന മൂല്യകർത്താവിന് എത്രത്തോളം നിങ്ങളുടെ വേ ഓഫ് പ്രസന്റേഷൻ ഇംപ്രഷനായി എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ മുഹമ്മദ് മുബാറക് മാസ്റ്റർ 10 ടെക്നിക്കുകൾ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. മനഃശാസ്ത്രപരമായ 10 വിദഗ്ധമായ ടെക്നിക്കുകളാണ്. ഈ 10 ടെക്നിക്കുകൾ നിങ്ങളുടെ മാർക്കിന്, നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എം നോട്ട്സ് നിരന്തരം വാച്ച് ചെയ്യുക. എം നോട്ട്സ് വാച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ ഇതര സേവനങ്ങളുമായി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ഇഗ്നോ തരുന്ന പുസ്തകങ്ങൾ മാത്രം ആശ്രയിച്ചാൽ നമുക്ക് ഉയർന്ന സ്കോർ ലഭിക്കുക ചിലപ്പോൾ പ്രയാസകരമായിരിക്കും. ഒരു 40%, 45% മാർക്ക് കിട്ടിയാൽ മതി എന്നാണ് നിങ്ങളുടെ ആശയമെങ്കിൽ നിങ്ങൾക്ക് അത് മതിയാകും. ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയൽ ധാരാളമാണ്. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി സ്റ്റഡി മെറ്റീരിയലാണ്. സ്വയം നിങ്ങളോട് വിശദീകരിക്കുന്ന ഒരു രീതിയാണ് അതിനുള്ളത്, ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയൽക്ക് ഉള്ളത്. അതിലുപരി സ്വന്തം മാതൃഭാഷയിൽ മനസ്സിലാക്കി തരാൻ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസുകൾ താങ്കൾക്ക് കിട്ടുമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ സഹോദര സ്ഥാപനമായ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ആ വിദഗ്ധരായ അധ്യാപകർ നൽകുന്ന ക്ലാസുകൾ. ആ ക്ലാസുകൾ താങ്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അയച്ചു തരുന്നതായിരിക്കും. മലയാളത്തിൽ ക്ലാസുകൾ താങ്കൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓർമ്മ നിലനിൽക്കാൻ, കൂടുതൽ പഠിക്കാൻ വെറും ഇഗ്നോയിലെ ടെക്സ്റ്റ് മെറ്റീരിയൽ മാത്രം പോരാ, അതിനോടൊപ്പം തന്നെ റെഫറൻസ് മെറ്റീരിയലായി നമ്മുടെ മുമ്പിൽ മറ്റു പലതും ഉണ്ടെങ്കിൽ നല്ലതാണ്. റെഫറൻസ് മെറ്റീരിയൽ എന്നാണ് ഞാൻ പറഞ്ഞത്, റെഫറൻസ് ബുക്ക് എന്നല്ല. റെഫറൻസ് മെറ്റീരിയലിന്റെ കൂട്ടത്തിൽ നമുക്ക് പലതും ഉൾപ്പെടുത്താൻ പറ്റും. ആ ഉൾപ്പെടുത്താൻ പറ്റുന്നതിൽ ഒരു സംഗതിയാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ. ആ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ നിങ്ങളുടെ മുമ്പിൽ 10 കാര്യങ്ങളെ, അതിലുപരി 12 കാര്യങ്ങളെ നിങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഒന്ന്, അത് പൂർണ്ണമായി ഇഗ്നോ ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഓരോ പോയിന്റിലും
അതിന്റെ വിവിധ പേജുകളിൽ ഈ റെഫറൻസ് മെറ്റീരിയൽ, ലേബർ ഇന്ത്യ മോഡലിലെ റെഫറൻസ് മെറ്റീരിയൽ പലതരത്തിലുള്ള ചോദ്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ് ആണ് ഉള്ളത്. ചാപ്റ്റർ വൈസ് റെഫറൻസസ് അതിന്റെ അകത്തുണ്ട്. ഓരോ യൂണിറ്റിലും നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത്. പൊതുവെ നമ്മുടെ പരമ്പരാഗത യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, കോളേജുകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, +2 അതേപോലെ തന്നെ ഡിഗ്രി പഠിച്ചു വന്നിട്ടുള്ളവർക്ക് അവിടെ എല്ലാം തന്നെ പോർഷൻസ് കുറച്ചുകൂടി ചുരുക്കി പ്രാധാന്യമുള്ളത് ഇന്നതാണ് എന്ന് HODമാർ, അധ്യാപകർ, പ്രൊഫസേഴ്സ് നമ്മളുടെ അടുത്തേക്ക് ചെറുതായി പരീക്ഷയ്ക്ക് തയ്യാറാകാനുള്ള രൂപത്തിൽ ആ പോർഷൻസിനെ ഒന്നും കൂടി ചുരുക്കിയിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരാറുണ്ട്. പക്ഷെ ഇഗ്നോയിൽ നിങ്ങൾ അത് പ്രതീക്ഷിക്കുകയേ അരുത്. കാരണം ഇഗ്നോയുടെ കോഴ്സിൽ A to Z എല്ലാം പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇഗ്നോ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ A to Z ഉള്ള എല്ലാ മേഖലയും കവർ ചെയ്യുന്ന, ഫുൾ കോഴ്സ് കവർ ചെയ്യുന്ന റെഫറൻസ് മെറ്റീരിയൽ ആണ് നമുക്ക് ആവശ്യം. ഇഗ്നോയുടെ ബുക്കുകൾ വളരെ കടുപ്പമേറിയതാണ്, കട്ടിയാണ്, വളരെ നല്ലതാണ്. പക്ഷെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി സഹായകമാകുന്ന തരത്തിൽ സോൾവ്ഡ് തരത്തിലുള്ള ചെറിയ കണ്ടന്റുകളാക്കി, വലിയ പാരഗ്രാഫിനെ ചെറിയ പാരഗ്രാഫാക്കി പ്രിസൈസിന്റെ രൂപത്തിൽ തന്നാൽ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് നൽകും. അങ്ങനെയുള്ള തയ്യാറെടുപ്പാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നൽകുന്ന ഈ റെഫറൻസ് മെറ്റീരിയൽ. ഫുൾ കോഴ്സ്, ഇഗ്നോയുടെ ഫുൾ കോഴ്സും കവർ ചെയ്തിട്ടുണ്ടാവും. ആ ബുക്ക് മുഴുവനും കവർ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം ഉൾക്കൊള്ളിച്ച് എല്ലാം അതിനെ ലഘൂകരിച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ പാകത്തിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ, ഇഗ്നോ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുക, അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പരീക്ഷയ്ക്ക് തയ്യാറാകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അത് നമുക്ക് ഈ റെഫറൻസ് മെറ്റീരിയൽ നൽകുന്നുണ്ട്. മാത്രമല്ല ഇഗ്നോയുടെ പുസ്തകത്തിന്റെ ശൈലി തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ചെക്ക് യുവർ പ്രോഗ്രസ്, ചെക്ക് യുവർ പ്രോഗ്രസ്, ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പാരഗ്രാഫ് വായിച്ചു, 2 പാരഗ്രാഫ് വായിച്ചു, 5 പാരഗ്രാഫ് വായിച്ചു, ഒരു യൂണിറ്റ് വായിച്ചു. ആ യൂണിറ്റിന്റെ അവസാനം കുറച്ച് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ചോദ്യവും ഉത്തരവും കിട്ടും. അതിലെ ചോദ്യങ്ങൾ അതിൽ ഉള്ളതുപോലെ ഉത്തരങ്ങൾ ഇവിടെ റെഫറൻസ് മെറ്റീരിയൽ, ലേബർ ഇന്ത്യ റെഫറൻസ് മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ്. മാത്രമല്ല എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് അവിടെ കൃത്യമായി ചിട്ടപ്പെടുത്തി തന്നിട്ടുണ്ടാവും. ചാർട്ടായി, ഷോർട്ട് നോട്ടായി, 100% ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എന്നുള്ളത് വളരെ ക്ലിപ്തപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് ഇത് നൽകുന്നത്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് അതിന്റെ അകത്തുണ്ട്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അതിന്റെ ഉണ്ട്. ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ എന്താണ്, ഫോർമുലാസ് എന്താണ് എന്നത് കൃത്യമായി പരിചയപ്പെടുത്തുന്നു. 100% സ്റ്റാൻഡേർഡും 100% പാസും നൽകുന്ന, 100% പരീക്ഷ പാസ്സാകാനും 80-ൽ കൂടുതൽ മാർക്ക് നേടാനും ചാപ്റ്റർ തിരിച്ചുള്ള റെഫറൻസ് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ബാങ്ക് താങ്കൾക്ക് ലഭിക്കാൻ ഈ വീഡിയോയിലുള്ള റെഫറൻസ് മെറ്റീരിയൽ, ഈ വീഡിയോയിലുള്ള നമ്പറിൽ, റെഫറൻസ് നമ്പറിൽ താങ്കൾക്ക് വാട്സപ്പ് ചെയ്താൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിലും താങ്കൾക്ക് ലഭ്യമാണ്. അപ്പൊ ഈ 2 സംഗതികൾ വളരെ ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ബേസോട് കൂടി നമുക്ക് ഈ നല്ല മാർക്കുകൾ വാങ്ങാനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെ എന്ന് നമുക്ക് പ്രയോഗിക്കാം. 10 ടെക്നിക്കുകളാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒന്ന്, നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ക്രോണോളോജിക്കൽ ഓർഡറിൽ ആൻസർ എഴുതുക എന്നുള്ളതാണ്. വിശദീകരിച്ച് തരാം. 2, ഓരോ ഉത്തരം എഴുതുമ്പോഴും ലൈൻസ് ഇൻ എ പേജ് ആൻഡ് വേർഡ്സ് ഇൻ എ ലൈൻ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. 3, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള ആപ്തവാക്യം സദാ ഓർമ്മയിൽ ഉണ്ടാകണം. 4, ഓപ്പണിംഗ് സെന്റൻസ്, ക്ലോസിംഗ് സെന്റൻസ് ഓരോ ഉത്തരത്തിലും അത് വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ തയ്യാറാക്കണം. മാത്രമല്ല ഓരോ ഘട്ടത്തിലും ആവശ്യാനുസരണം ഹെഡിങ്, സബ് ഹെഡിങ്, അണ്ടർലൈൻസ് ഇതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്.
മാത്രമല്ല ഉത്തരങ്ങൾ എഴുതുമ്പോൾ ചില സുപ്രധാനമായ സ്ഥലങ്ങളിൽ ഈ വളരെ പ്രസിദ്ധമായ ചില പുസ്തകങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്, ഓതേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. വെൽത്ത് ഓഫ് നേഷൻ എക്കണോമിക്സിനെ പറ്റി പറയുമ്പോൾ ആഡം സ്മിത്തിനെ പറ്റി പറയാതിരിക്കാൻ നമുക്ക് വയ്യ, ഹെൽത്ത് ഓഫ് നേഷനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. സൈക്കോളജിയെ പറ്റി പറയുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ വയ്യ, അദ്ദേഹത്തിന്റെ സൈക്കോ ഡൈനാമിക് അനാലിസിസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അപ്പൊ നിർബന്ധമായും ഓതറിനെ പറ്റി, ആ റൈറ്ററിനെ പറ്റി, അതുപോലെ ഇമ്പോർട്ടന്റ് ബുക്സുകളെ പറ്റി കൃത്യമായി മെൻഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മാത്രമല്ല ഒരു ഉത്തരം എഴുതുന്ന ആ ഒരു പരീക്ഷയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. മറ്റു ഒന്നിനും ആ 3 മണിക്കൂറിൽ സ്ഥാനമേ ഇല്ല. അവിടെ ഉള്ള ഓരോ ഫ്രാക്ഷൻ ഓഫ് ടൈമും, സെക്കൻഡിന്റെ ഓരോ അംശവും നിങ്ങൾക്ക് വളരെ 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 വാല്യബിൾ ആയതുകൊണ്ട് യു മസ്റ്റ് അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം. 10 എണ്ണം തന്നിട്ട് 6 എണ്ണം എഴുതാൻ പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ 6 എണ്ണം എഴുതി 4 എണ്ണം കിട്ടിയാലും മതി എന്ന് വിചാരിക്കരുത്. 10 എണ്ണം 6 എണ്ണം എഴുതാൻ പറയുന്ന സന്ദർഭത്തിൽ 10 എണ്ണം തന്നിരിക്കുന്ന ഈ വേളയിൽ 6 എണ്ണം എഴുതി കഴിഞ്ഞ് അഡീഷണൽ 1ഓ 2ഓ കൂടി എഴുതാനുള്ള സമയം മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾ കണ്ടെത്തണം. അങ്ങനെ 7 എണ്ണം എഴുതുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 6 എണ്ണത്തിന്റെ മാർക്കുകൾ കിട്ടും. ഞങ്ങൾ BSc മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ 125 മാർക്കാണ് മൊത്തം ക്വസ്റ്റ്യൻസ് തരിക. 75 മാർക്കാണ് മാക്സിമം മാർക്ക്. അനുവദിക്കപ്പെട്ട സമയം 3 മണിക്കൂർ. ഞങ്ങൾ സ്പീഡ് ആൻഡ് അക്യുറസിയുടെ ആളുകളാണ് മാത്തമാറ്റിക്സുകാർ. ഞങ്ങൾ എന്ത് ചെയ്യും? അനുവദിക്കപ്പെട്ട ചോദ്യങ്ങളുടെ എണ്ണത്തിലുപരി ഒരു 5ഓ 6ഓ എണ്ണം കൂടുതൽ നമ്മൾ എഴുതി വെക്കും. അവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, 21 എണ്ണമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ 25, 26, ചിലപ്പോൾ 30 എണ്ണവും എഴുതിയിരുന്നിരിക്കും. അങ്ങനെ എഴുതുമ്പോൾ ദ ബെസ്റ്റ്, ഏറ്റവും നല്ലതുകളെയാണ് മൂല്യനിർണ്ണയത്തിന് എടുക്കുക. നമ്മൾ ആദ്യം എഴുതിയത് ചിലപ്പോൾ 5 മാർക്കിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ എഴുതിയപ്പോൾ ചിലപ്പോൾ 3 മാർക്കായിരിക്കും കിട്ടാനുള്ള കണ്ടന്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചിലപ്പോൾ 3 മാർക്കോ 4 മാർക്കോ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ 23ാമത്തെയും 24ാമത്തെയും എഴുതുമ്പോൾ ചിലപ്പോൾ 4.5 മാർക്ക് 5 മാർക്കിനുള്ള കണ്ടന്റുകൾ ആയിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പൊ കൂടുതൽ എണ്ണം എഴുതുക, പരമാവധി എണ്ണം എഴുതുക എന്നുള്ളത് ഇതിൽ ഏറ്റവും നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ ഡോണ്ട് ബീറ്റ് ദ ബുഷ്. വെറുതെ പുല്ലടിച്ച് കാടടിച്ച് കൂട്ടുന്നത് പോലെ വെറുതെ കുറെ ബടായി അടിച്ചു കൂട്ടരുത്. കാര്യമാത്ര പ്രസക്തമായത് മാത്രമേ നമ്മൾ എഴുതാവൂ. മുൻ വീഡിയോയിൽ എങ്ങനെയായിരിക്കണം അതിലെ കണ്ടന്റ് എന്ന് ഞാൻ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ 8ാമത്തെ ടെക്നിക്ക് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ദ നമ്പർ ഓഫ് ഷീറ്റ്സ്. അതും ഒരു പ്രധാന സംഗതിയാണ്. പേജ് നമ്പർ കൊടുക്കുക, കൂടുതൽ പേജസ്, ഒരുപാട് പേജസ് അല്ലാതെ കാര്യമാത്ര പ്രസക്തമായ സംഗതികൾ വ്യക്തമാകുന്ന രൂപത്തിലുള്ള പേജസ് ആയിരിക്കണം. ഓരോ സന്ദർഭത്തിലും അനുയോജ്യമായ കോട്ടുകൾ, കൊട്ടേഷനുകൾ, ഫേമസ് ആയിട്ടുള്ള സുപ്രസിദ്ധരായ ആളുകളുടെ, ചിലപ്പോൾ കുപ്രസിദ്ധരായവരുടെയും ചില കോട്ടുകൾ, കൊട്ടേഷൻസ് നമുക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും. അത് കൊടുക്കുമ്പോൾ അനുയോജ്യമായ കൊട്ടേഷൻസ് കൊടുക്കുക. എനിക്ക് കുറെ കൊട്ടേഷൻസ് അറിയുമേ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കുറെ കൊട്ടേഷൻസ് നമ്മൾ ഇട്ടുവെക്കരുത്. മാത്രമല്ല ഫേമസ് സ്പീച്ചസ്, ചില സുപ്രധാനമായ വർത്തമാനങ്ങളുണ്ട്, ചർച്ചകളുണ്ട്, ഡയലോഗ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് കോട്ട് കൊടുക്കുന്നതിൽ, എഴുതി വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അവസാനം ആ ഒരു ഉത്തരം എഴുതുന്നതിന്റെ ഒരു ഫൈനൽ ഒരു നോട്ട്, നിങ്ങളുടെ ഒരു സംഗ്രഹം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 10 കാര്യം ഒരിക്കൽ കൂടി ഓർക്കുക. 1, ക്രോണോളജിക്കൽ ആൻസറിങ് ആയിരിക്കണം. 1, 2, 3, 4 എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ടേ 2 എഴുതാവൂ എന്നൊന്നുമില്ല. 1 കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ടേ 3 എഴുതാവൂ എന്നൊന്നുമില്ല. പൊതുവെ ക്രോണോളജിക്കൽ ആൻസറിങ് കൊണ്ട് ഉദ്ദേശിച്ചത് ആദ്യമേ ഒരു 18, പിന്നെ ഒരു 3, പിന്നെ ഒരു 21, പിന്നെ ഒരു 14, പിന്നെ ഒരു 7, അങ്ങനെ വരുന്നതിന് പകരം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന രൂപത്തിൽ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്.
ക്രോണോളജിക്കൽ ആൻസറിങ് ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഈ ചിന്തകളിലൂടെ നിങ്ങൾ പോകുമ്പോൾ ഉറപ്പാണ് ഈ സൈക്കോളജിക്കൽ ടെക്നിക്ക് താങ്കൾക്ക് ലഭിക്കാൻ ഉദ്ദേശിക്കുന്ന മാർക്കിന്റെ, താങ്കൾക്ക് എഴുതി പിടിപ്പിച്ച് വാങ്ങാൻ കഴിയുന്ന മാർക്കിന്റെ 20% കൂടുതൽ ചെയ്യാനുള്ള പ്രായോഗികമായിട്ടുള്ള ഗുണങ്ങളാണ്, പ്രായോഗികമായിട്ടുള്ള ടെക്നിക്കുകളാണ്, പ്രായോഗികമായ ടെക്നിക്കൽ നോ ഹൗ ആണ് ഞാൻ ഇത് താങ്കളെ ഓർമ്മിപ്പിക്കുന്നത്. ലൈൻസ് ഇൻ എ പേജ് ആൻഡ് വേർഡ്സ് ഇൻ എ ലൈൻ. First impression is the best impression. Opening sentence and closing sentence, heading, subheading, underlining, mention important books and writers. ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഹൗ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ എക്സാംസ് എന്ന് പറയുന്നത് എല്ലാവരുടെ മൈൻഡിലും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ 1, 2, 3, 4 എന്ന് ആ ഒരു ക്രോണോളജിക്കൽ ഒരു ഓർഡറിൽ നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി പരിശീലിക്കുക. മാത്രമല്ല ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വളരെ വിദഗ്ധമായ ചില റിസർച്ചുകളിൽ പറഞ്ഞിട്ടുണ്ട്, സ്മാർട്ട് വർക്കാണ് ഏറ്റവും നല്ലത്. They evaluated several answer sheets in 6 continents. Okay, 6 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് അവർ കണ്ടെത്തിയിട്ടുള്ള ചില കണ്ടെത്തലുകളാണ്. ചിലരുടെ ആൻസർ പേപ്പറിലെ വേർഡ്, ഫുൾ സ്റ്റോപ്പ്, ഹാൻഡ് റൈറ്റിംഗ് ഇതൊന്നും അനുയോജ്യമായിട്ടല്ല. The only difference was in the number of lines used on a page. അപ്പോൾ പേജിൽ എത്ര ലൈൻ, ഓരോ ലൈനിലും എത്ര വേർഡ് എന്നുള്ളത് അളന്ന് മുറിച്ച് നമ്മൾ എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പരമാവധി ഒരു പേജിൽ 15 ലൈനൊക്കെ നമ്മൾ എഴുതാൻ പാടും. ഒരു ലൈനിൽ പരമാവധി 5 6 വാക്കുകൾ വരത്തക്ക രൂപത്തിൽ നല്ല പ്ലീസിംഗ് ആയിട്ടായിരിക്കണം എഴുതേണ്ടത്. ഏറ്റവും പരമാവധി വന്നാൽ ഒരു 25 ലൈനേ ഒരു പേജിൽ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതിൽ അടുപ്പിച്ച് നമ്മൾ ഒരിക്കലും എഴുതരുത്. വളരെ ക്ലിയർ ആയി മെമ്മറിയിൽ ഓർത്തെടുക്കാൻ പാകത്തിൽ വളരെ എഡിറ്റിക് മെമ്മറി ഉണ്ടാകുന്ന ടൈപ്പിലായിരിക്കണം. ഓക്കെ, എഡിറ്റിക് മെമ്മറി ഉണ്ടാകുന്ന ടൈപ്പിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മാർക്ക് 5% വർദ്ധിപ്പിക്കാനുള്ള ആ സ്പേസ് എല്ലാം കൊടുത്ത് റിസർച്ച് വളരെ കൃത്യമായി പറയുന്നു. എഡിറ്റിക് മെമ്മറി കിട്ടണമെങ്കിൽ 5% കൂടുതൽ മാർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നല്ല സ്പേസ് അറേഞ്ച്മെന്റ്, ലൈനും വേർഡും തമ്മിലുള്ള സ്പേസ് അറേഞ്ച്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ വലിയ ഒന്നാണ് ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത്. ഏറ്റവും നല്ല അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പസ്റ്റ് പോയിന്റിനെ ഏറ്റവും നന്നായി എഴുതുക. ബാക്കിയുള്ളതൊക്കെ മോശമാകണം എന്നല്ല, സ്വാഭാവികമായും നിങ്ങൾ അങ്ങനെ എഴുതുമ്പോൾ അടുത്ത വരികൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഭാഷയായിരിക്കും. ഭാഷ കൊണ്ട് ഉദ്ദേശിച്ചത് ലാംഗ്വേജ് എന്നുള്ള അർത്ഥമില്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രയോഗ ശൈലിയാണ്. ഓരോരുത്തർക്കും ഓരോ പ്രയോഗ ശൈലിയുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ശൈലിയുണ്ട്. ആ ശൈലി ഏറ്റവും നല്ലത്. അത് നമ്മുടെ ശൈലി ഒരു 4% 3% മാർക്ക് നമ്മെ വളരെ വർദ്ധിപ്പിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓപ്പണിംഗ് സെന്റൻസ്, ക്ലോസിംഗ് സെന്റൻസ്, നല്ല ഒരു തുടക്കം അല്ലെ, ആ ഒരു നല്ല മനോഹരമായ ഒരു തുടക്കം, ഒരു ആമുഖത്തോടു കൂടി, എന്നിട്ട് ഏറ്റവും നല്ല ഒരു രീതി. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേർവ് പോലെയാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്രകൃതി മൊത്തം അങ്ങനെയാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് പോലെയാണ്. ചെറുതിൽ നിന്ന് തുടങ്ങി നേരെ വലുതായി ഏറ്റവും പീക്കായി, ആ പീക്കിൽ നിന്ന് ചെറുതായി ഇറങ്ങി വന്ന് പിന്നെ ആ ടെയിൽ പോലെ, വാല് പോലെ ഇങ്ങനെ നീണ്ടു പോകുന്ന ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത് 2 കങ്കാരു ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. കർട്ടോസിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കങ്കാരു എന്നാണ്. കർട്ടോസിസ് ആണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. കർട്ടോസിസ് ആണ് അതിന്റെ ഷേപ്പ് എന്ന് പറയും. അത് 2 കങ്കാരു ഇങ്ങനെ മുഖാമുഖം നിൽക്കുന്നത് പോലെ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എത്തി നമ്മുടെ ഏറ്റവും നല്ല പീക്ക് ലെവലിലെത്തി അവിടുന്ന് മനോഹരമായ രൂപത്തിൽ കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ വർത്തമാനം കുറച്ച് കൊണ്ടുവരും. അങ്ങനെയുള്ള ഒരു മനോഹരമായ ഒരു ശൈലി, അങ്ങനെ ഒരു ഓപ്പണിംഗ് സെന്റൻസും ഒരു ക്ലോസിംഗ് സെന്റൻസും വളരെ മനോഹരമായിട്ട് നമ്മൾ അത് വെക്കണം. ഇത് സ്വാഭാവികമായും ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ
ക്വസ്റ്റ്യൻസിനൊക്കെയാണ് ഇങ്ങനെ പ്രയോഗിക്കേണ്ടത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിനെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആൻസർ തന്നെ കൊടുക്കണം. അവിടെ എന്ത് വിചാരിക്കും, ഇവിടെ എന്ത് വിചാരിക്കുമെന്ന് വെറുതെ പെട്ടി അടിക്കരുത്. കൃത്യമായ ഉത്തരം നമ്മൾ അതിൽ ഭംഗിയാക്കി കൊടുക്കുക. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനും നല്ല മനോഹരമായിട്ടുള്ള ഹെഡിങ്സ്, സബ് ഹെഡിങ്സ് ഒക്കെ കൊടുക്കാം. അത് എസ്എ ആണെങ്കിലും പാരഗ്രാഫ് ആണെങ്കിലും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് നല്ല യഥാർത്ഥ ക്രീം ആ ഉത്തരത്തിലെ, ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ചിലത് കൊട്ടേഷൻസ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ആ ഒറ്റ വരി അല്ലെങ്കിൽ അതിനൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത്, ആ മാർക്ക് റിമാർക്കാകാതെ നോക്കണം. ചെയ്ത് ആവേശം മൂത്ത് ഒരുപാട് ആക്കി പോകരുത്. പെൻസിൽ കൊണ്ട് ഒരു അണ്ടർലൈൻ കൊടുക്കുക. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിനെ നന്നായിട്ട് ഒരു ബോക്സിന്റെ അകത്തേക്ക് കൊടുത്തു വെക്കുക. ഒരു ബോക്സിന്റെ അകത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്നുള്ള, നിങ്ങൾ അവിടെ ഒരു മാർക്ക് ഉണ്ടാക്കി വെക്കുക, നിങ്ങളുടേതായിട്ടുള്ള ഒരു മാർക്ക്. അങ്ങനെയാണ് നിങ്ങൾക്ക് സ്കോർ അഥവാ മാർക്കുകൾ കിട്ടേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും വലിയ ഒരു റിമാർക്കായി തീരും എന്ന് മനസ്സിലാക്കുക. ഇൻവിജിലേറ്ററുടെ മൈൻഡിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഹെഡിങ്, സൂപ്പർ ആയിട്ടുള്ള സബ് ഹെഡിങ്, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പോയിന്റുകളെ നിങ്ങൾക്ക് അറിയാവുന്നത് മനോഹരമായിട്ട് എഴുതി വെക്കുക. വെറുതെ എന്തെങ്കിലും ലാത്തി അടിക്കരുത്, പെട്ടിയടിച്ച് വെക്കരുത്. അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കരുത്. നല്ല കളറുകൾ ഒക്കെ വേണമെങ്കിൽ കളർ പെൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിൽ, കളർ പേന ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് അലൗഡ് ആണ്. ഓക്കെ. പൊതുവെ ചുവന്ന മഷി, പച്ചമഷി എന്നുള്ളതിന് ഇന്ന കാറ്റഗറിയാണ് എങ്കിൽ പോലും നിങ്ങൾ ചിലതിൽ ചുവന്ന മഷിയും ചിലതിൽ നല്ല ഒരു പെൻസിലിൽ തന്നെ HB ലെവൽ വ്യത്യസ്തമായിട്ടുള്ള 2-3 ലൈറ്റ് ആയിട്ടുള്ളത്, ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള പെൻസിലുകൾ ഉണ്ടെങ്കിൽ അതിൽ ആ ബോക്സിലാക്കി അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഉത്തരങ്ങൾ എഴുതുമ്പോൾ തന്നെ നിർബന്ധമായും നിങ്ങൾ ഇമ്പോർട്ടന്റ് ബുക്കുകളെ, അതിൻ്റെ ഓതേഴ്സ് അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നതും കൊട്ടേഷൻസ് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. മുൻപ് എന്തൊക്കെ കടന്നു പോയിരുന്നു, അതുപോലെ തന്നെ ഇൻവെർട്ടഡ് കോമ കൊടുക്കുന്നത്, അതെല്ലാം കുറച്ചും കൂടി രസകരമാണ്. അതുപോലെ തന്നെ പിക്ചറായിട്ട് അവതരിപ്പിക്കുന്നത്, ബുള്ളറ്റ് കൊടുത്ത് അവതരിപ്പിക്കുന്നത്, അതെല്ലാം തന്നെ നിങ്ങളുടെ സ്കോർ 2-3 മാർക്കുകൾ. 5 മാർക്കിന്റെ ഉത്തരത്തിന് 5 മാർക്ക് പൂർണ്ണമായി വാങ്ങാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകണം. ഇതെല്ലാം ചെയ്യുമ്പോൾ പരീക്ഷാ ഹാളിൽ ഞാൻ അപ്പോൾ ചെയ്യാമെന്നല്ല, വീട്ടിൽ അതിനു മുമ്പേ ഒരു 3-4 പ്രാവശ്യം മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാകണം. എക്സാം നമ്മൾ നടത്തിയിട്ടുണ്ടാകണം. ഒരു മോഡൽ എക്സാമിനേഷൻ, നമ്മുടെ നാടൻ ഭാഷയിൽ അതാണല്ലോ പറയുക, മോഡൽ എക്സാമിനേഷൻസ് നടത്തിയിട്ടുണ്ടാവണം, മോക്ക് എക്സാമിനേഷൻസ് നടത്തിയിട്ടുണ്ടാകണം. പരീക്ഷയ്ക്ക് മുമ്പ് ചുരുങ്ങിയത് ഓരോ വിഷയത്തിലും ഒരു 3 മോക്ക് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ നടത്തിയിട്ടുണ്ടാകണം. അതുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ചില സംഗതികൾ കിട്ടുക. ഓരോ പരീക്ഷയ്ക്കും ആവശ്യമായിട്ടുള്ള, ഓരോ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് കൊട്ടേഷൻസ്, കോട്ട്സ് ഒരു 10-15 എണ്ണം ഓർത്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് എന്തെങ്കിലും കൊട്ടേഷൻ ഞാൻ പഠിച്ചു വെച്ചു, അത് ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് അസ്ഥാനത്ത് ഒരു കാരണവശാലും കയറ്റി വെക്കരുത്. സ്ഥാനത്ത് ഉണ്ടെങ്കിൽ മാത്രം അത് വെക്കുക, അല്ലെങ്കിൽ ജനറലി നിങ്ങൾ വിത്ത്ഡ്രോ ചെയ്തോളൂ. അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്കിന്റെ എത്ര എണ്ണം ഉണ്ട്, അത്ര എണ്ണം. 5 മാർക്കിന്റെ എത്ര എണ്ണം ഉണ്ട്, അത്ര എണ്ണം. 20 മാർക്കിന്റെ എത്ര എണ്ണം ഉണ്ട്, അത്ര എണ്ണം. 3 മാർക്കിന്റെ എത്ര എണ്ണം ഉണ്ട്, അത്ര എണ്ണം. 1 മാർക്കിന്റെ എത്ര എണ്ണം ഉണ്ട്, അത്ര എണ്ണം. അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. അത് 3 മണിക്കൂറിൽ എഴുതാനുള്ളത് നേരത്തെ ടൈം കണക്കാക്കി വെക്കുക, നേരത്തെ സമയം കണക്കാക്കി വെക്കുക. 3 മണിക്കൂറിലുള്ളത് 2.25 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കാനുള്ള തരത്തിൽ നിങ്ങൾ ഒരു 3-4 പ്രാക്ടീസ് ചെയ്താൽ ഞാൻ ഉറപ്പ് പറയുന്നു 3 മണിക്കൂർ എഴുതാനുള്ള പരീക്ഷ 2.25 മണിക്കൂറിൽ എഴുതി തീർക്കാൻ പറ്റും. ബാക്കിയുള്ള 1/4 മണിക്കൂർ വെറുതെ വായി നോക്കിയിരിക്കാനല്ല നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്, സുഹൃത്തുക്കളെ സഹായിക്കാനല്ല സമയം ചെലവഴിക്കേണ്ടത്. ചെയ്തിട്ടുള്ള ആൻസർ ഷീറ്റ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ, ഇതൊരു 2 പ്രാവശ്യം വേണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ തിരിച്ചു മറിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്തു വച്ചിട്ടുള്ള അറിയാതെ സംഭവിച്ചു പോയ ചില പിശകുകൾ, ബയാസ്, ക്രെപ്റ്റ് ഇൻടു, ഇഴഞ്ഞു വന്നിട്ടുള്ള ചില
പാളിച്ചകൾ, പോരായ്മകൾ, പിശകുകൾ നമുക്ക് അതിൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അത് വീണ്ടും നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീറൈറ്റ് ചെയ്യുമ്പോൾ കിറുക്കരുത്, പിറുക്കരുത്, മറിച്ച് ഒന്ന് വെട്ടുക. വെട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വെട്ടുക, അതിന്റെ മുകളിൽ അതിന്റെ താഴെ ഭംഗിയായിട്ട് എഴുതി വെക്കുക. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതുക. 20 മാർക്ക്, ഇപ്പൊ 1 മണിക്കൂർ, മൊത്തം 3 മണിക്കൂർ, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 3 എണ്ണം എഴുതണം. അപ്പൊ 20 മിനിറ്റ് 20 മിനിറ്റ് 20 മിനിറ്റ് അനുവദിക്കപ്പെട്ട സമയം. നിങ്ങളത് 15 മിനിറ്റിൽ എഴുതാനുള്ള പ്രാക്ടീസ് ചെയ്യണം. 15 മിനിറ്റിൽ ആദ്യത്തെ 5 മിനിറ്റ് ഞാൻ ഇന്ന കാര്യം, അടുത്ത 5 മിനിറ്റിൽ ഇന്ന കാര്യം, അടുത്ത 5 മിനിറ്റിൽ ഇന്നത്. 15ാമത്തെ മിനിറ്റ് എത്തിയാൽ അവിടെ നിർത്തുക. അതിന്റെ മേലെ തന്നെ ഇരുന്ന് മേയരുത്, അവിടെ നിർത്തുക. അത് നിർത്തിയതിന് ശേഷം ഒരു 4ഓ 5ഓ വരി ഒഴിവാക്കിയിട്ട് അതിന്റെ താഴെ പെൻസിൽ കൊണ്ട് ഒരു വര കൊടുത്ത് അടുത്തത് നമ്മൾ എഴുതുക. അങ്ങനെ അടുത്തത് എഴുതുക, അങ്ങനെ അടുത്തത് എഴുതുക. എല്ലാം എഴുതിയിട്ട് സമയം നമുക്ക് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൂടുതൽ ഉണ്ടാവും. ഒന്ന് വായിച്ച് ഇങ്ങനെ ഓടിക്കുമ്പോൾ സ്വാഭാവികമായും പുതിയത് നമുക്ക് എഴുതാൻ, ആ ഗ്യാപ്പ് കൊടുത്തതിൽ നമുക്ക് എഴുതാൻ സ്ഥലം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഇത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷം പറ്റുകയാണെങ്കിൽ 1ഓ 2ഓ ചോദ്യം അധികം ഉത്തരം എഴുതി വെക്കുന്നത് നന്നായിരിക്കും. കാരണം ആദ്യം നമ്മൾ എഴുതിയത് 15 മാർക്കിൽ ചിലപ്പോൾ 8 മാർക്കിനുള്ളതായിരിക്കും. രണ്ടാം പ്രാവശ്യം നമ്മൾ എഴുതിയത് 15 മാർക്കിൽ 10 മാർക്ക്. അതേ ചോദ്യത്തിന്റെ ഉത്തരമല്ല, അതുപോലുള്ള മറ്റ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ഒരേ ചോദ്യം 2 പ്രാവശ്യം എഴുതി വെക്കരുത്, ഉത്തരം എഴുതി വെക്കരുത്. അത് വിഡ്ഢിത്തമാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിലപ്പോൾ നിങ്ങൾ ആദ്യം എഴുതിയതിന് 7 മാർക്കും പിന്നീട് അഡീഷണൽ ഒന്ന് എഴുതിയതിന് 8 മാർക്കും കിട്ടുകയാണെങ്കിൽ ആ 1 മാർക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളിൽ ഏറ്റവും ടോപ്പ്. നിങ്ങളുടെ 55% റാങ്കിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്കോ എത്തിക്കുന്ന ആ 1 മാർക്ക്, അവസാനത്തെ ആ 1 മാർക്ക് 2 മാർക്ക് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ തലവര തന്നെ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല നമ്പർ ഓഫ് ഷീറ്റ്സ് അതൊരു മാറ്ററേ അല്ല എന്ന് പറയുന്നവർ, അത് മാറ്റർ ആണ്. നമ്പർ ഓഫ് ഷീറ്റ്സിന് പ്രാധാന്യമുണ്ട്. അത് ഒരു സൈക്കോളജിക്കലായിട്ട് നിങ്ങൾ അനാലിസിസ് നടത്തണം. നിങ്ങളുടെ ടീച്ചർ മുൻ അനുഭവത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ സഹപാഠികൾ മുൻ അനുഭവത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ തന്നെ പല പരീക്ഷകളിലൂടെ കടന്നുപോയത്, അതെല്ലാം ഓർത്തിട്ട് എത്ര പേജ് എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്ന് ഇതെല്ലാം മനസ്സിലാക്കി തരാൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നൽകുന്ന റഫറൻസ് മെറ്റീരിയലില് അതിന് പറ്റിയ ശാസ്ത്രീയമായ ഘടനയിലാണ് ആ ബുക്കുകളെല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു കൂട്ടം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ വളരെ മനോഹരമായ രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ. ആ റഫറൻസ് മെറ്റീരിയലിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനുള്ള നല്ല മാതൃകകൾ കിട്ടും. ആവശ്യമുള്ളവർ നിർബന്ധമായും ഈ വീഡിയോയുടെ താഴെ ഉള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്പർ ഓഫ് പേജസ്, നമ്പർ ഓഫ് ഷീറ്റ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതിൽ കൃത്യമായി പേജ് നമ്പറുകൾ കൊടുക്കുക. ഇപ്പോഴും തന്നെ ഷീറ്റ് എന്താണ്, പേജ് എന്താണ് എന്ന് അറിയാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു ഷീറ്റ്, ഒരു പേപ്പർ, ഒരു ഷീറ്റിന് 2 പേജ്, പേജ് 1 പേജ് 2. ഉടനെ തന്നെ പേജ് നമ്പർ എഴുതി പോവുക. അനുവദിക്കപ്പെട്ട സമയങ്ങളിൽ കൃത്യം എല്ലാം ഞാൻ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് പിന്നീട് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ വരരുത്. എല്ലാം നേരത്തെ തന്നെ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 9ാമത്തെ ഒരു സംഗതിയാണ് പ്രമുഖർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ചില കൊട്ടേഷൻസ്, ചില കോട്ടുകൾ. അത് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇന്ന ആളുടെ ഒപ്പീനിയനിൽ ഇന്ന റെഫറൻസ് പ്രകാരം അക്കോർഡിംഗ് ടു ഹിം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന് കൃത്യമായി കൊടുത്ത് മനസ്സിലാക്കി വെച്ച് ഡബിൾ ഇൻവെർട്ടഡ് കോമയിലോ അണ്ടർലൈനിലോ ബോക്സിലോ കൊടുത്ത് വളരെ പ്ലീസിംഗ് ആയി നമുക്ക് എഴുതി വെക്കാം. ഇത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനിലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ വരികൾ വെറുതെ കൂടിപ്പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആഡം സ്മിത്ത് എക്കണോമിക്സിൽ നമ്മൾ പറയുന്നത് പോലെ
ബ്രയൻ ആൻകർ ഹിസ്റ്ററിയിൽ നമ്മൾ പറയുന്നത് പോലെ, ഡാർവിന്റെ തിയറി നമ്മൾ ബയോളജിയിൽ പറയുന്നത് പോലെ, സിഗ്മണ്ട് ഫ്രോയിഡിനെ നമ്മൾ സൈക്കോളജിയിൽ പറയുന്നത് പോലെ, നമ്മുടെ മെമ്മറിയിൽ ഓർത്തു വയ്ക്കുന്ന ആ ഒരു വ്യക്തിത്വങ്ങളെ എപ്പോഴും നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആൻസർ ഷീറ്റിൽ നമ്മൾ എഴുതി വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? മാത്രമല്ല ഓരോ ലൈനിനും ഇടയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല കൃത്യമായിട്ടുള്ള സ്പേസ് നമ്മൾ കൊടുക്കുക, നല്ല സ്പീച്ചിന്റെ കൊട്ടേഷൻസ് അതിൻ്റെ അകത്ത് കൊടുക്കുക. ഏറ്റവും മനോഹരമായ രൂപത്തിൽ ആ ഉത്തര പേപ്പറിലെ ഫൈനലിലേക്ക് നമ്മൾ എത്തുക. ഫൈനൽ നോട്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് റെഫർ ചെയ്യുക. ഓരോ ചോദ്യത്തിന്റെ ഉത്തരത്തും കഴിയുമ്പോൾ ഓരോ വലിയ വരയായിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ അകത്ത് ഇത്ര, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അകത്ത് ഇത്ര, മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അകത്ത് ഇത്ര, അങ്ങനെ ഓരോന്നിനും ഓരോ ഏരിയ തിരിച്ച് നമ്മൾ, അതിനൊന്നും വലിയ സമയമൊന്നുമില്ല. പെൻസിൽ സ്കെയിൽ, വെറുതെ പെൻസിൽ കൊണ്ട് പ്രഭ്രാന്ന് വരച്ചു വിടരുത്. പെൻസിലും സ്കെയിലും വെച്ചിട്ടുള്ള ആ ഒരു സ്പീഡി മൂവ്മെന്റ് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിൽ, പല ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പല പ്രാക്ടീസ് മോക്ക് എക്സാമിനേഷനിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞതിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്. തീർച്ചയായും എം നോട്ട്സ്, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ എം നോട്ട്സിന്റെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ എല്ലാ പിന്തുണയും താങ്കളുടെ തുടക്കത്തിലോ താങ്കളുടെ ഈ പരീക്ഷാ ദിവസങ്ങളിലേക്ക് ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ്. എല്ലാ ഭാവുകങ്ങളും നൽകുന്നു. നല്ല രീതിയിൽ പരീക്ഷകൾ എങ്ങനെ എഴുതാം എന്നുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളെ ചേർന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. സ്നേഹപുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.